പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ്. വചനം വായിച്ച് അതിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് നമ്മൾ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി ഉപയോഗിക്കുന്നു. biyindia.com/മലയാളം എന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് 182ാമത്തെ ദിവസമാണ്. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 16, മീഖ പ്രവചനം അധ്യായങ്ങൾ 1 മുതൽ 4 വരെ, സങ്കീർത്തനങ്ങൾ 139. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 16. ആഹാസ് യൂദാ രാജാവ്. റമാലിയായുടെ പുത്രനായ പെക്കാഹിയായുടെ ഭരണകാലത്തിൻ്റെ 17-ാം വർഷം യൂദാ രാജാവായ യോഥാമിൻ്റെ പുത്രൻ ആഹാസ് രാജാവായി. ഭരണം ആരംഭിക്കുമ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. തൻ്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചില്ല. ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു. കർത്താവ് ഇസ്രായേല്യരുടെ മുമ്പിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ അഗ്നിക്കിരയാക്കുക പോലും ചെയ്തു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും ഇലതൂർന്നു നിൽക്കുന്ന ഓരോ മരച്ചുവട്ടിലും ബലിയർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്തു. അക്കാലത്ത് ആരാം രാജാവായ റസീനും റമാലിയായുടെ പുത്രനായ ഇസ്രായേൽ രാജാവ് പെക്കാഹിയായും യുദ്ധത്തിനായി ജെറുസലേമിലേക്ക് കയറിച്ചെന്ന് ആഹാസിനെ ഉപരോധിച്ചു. എങ്കിലും അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ആരാം രാജാവ് റസീൻ ഏലാത്ത് വീണ്ടെടുത്ത് ആരാമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യഹൂദരെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ആരാംകാർ ഏലാത്തിൽ വന്നത്. ഈ ദിനം വരെ അവർ അവിടെ താമസിക്കുന്നു. ആഹാസ് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിൻ്റെ അടുത്ത് ദൂതന്മാരെ ഇങ്ങനെ പറഞ്ഞയച്ചു: ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ പുത്രനുമാണ്. അങ്ങ് വന്ന് എനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരാം രാജാവിൻ്റെ പിടിയിൽ നിന്നും ഇസ്രായേൽ രാജാവിൻ്റെ പിടിയിൽ നിന്നും എന്നെ രക്ഷിക്കുക. ആഹാസ് കർത്താവിൻ്റെ ആലയത്തിലും രാജകൊട്ടാരത്തിലെ ഭണ്ഡാരങ്ങളിലും കണ്ടെത്തിയ സ്വർണവും വെള്ളിയും എടുത്ത് അസീറിയ രാജാവിന് ഒരു സമ്മാനം കൊടുത്തയച്ചു. അസീറിയ രാജാവ് അവനെ ശ്രവിച്ചു. അസീറിയ രാജാവ് ദമാസ്കസിൽ കയറി വന്ന് അതിനെ കീഴടക്കുകയും ആളുകളെ കീറിലേക്ക് നാടുകടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. റസീനിനെ അയാൾ വധിച്ചു. ആഹാസ് രാജാവ് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന ബലിപീഠം അയാൾ കണ്ടു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായ്ക്ക് ആ ബലിപീഠത്തിൻ്റെ രൂപവും അതിൻ്റെ എല്ലാ പണികൾക്കുമുള്ള മാതൃകയും കൊടുത്തയച്ചു. പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു. ആഹാസ് രാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തും മുമ്പ് അവൻ ദമാസ്കസിൽ നിന്ന് കൊടുത്തയച്ചതെല്ലാം അനുസരിച്ച് പുരോഹിതൻ ഊറിയ അത് ഉണ്ടാക്കിയിരുന്നു. രാജാവ് ദമാസ്കസിൽ നിന്ന് വന്നപ്പോൾ അവൻ ആ ബലിപീഠം കണ്ടു. രാജാവ് ബലിപീഠത്തിനടുത്തെത്തുകയും അതിന്മേൽ ബലിയർപ്പിക്കുകയും ചെയ്തു. അവൻ അതിന്മേൽ തൻ്റെ ഹോമയാഗവും ധാന്യയാഗവും അർപ്പിച്ചു. അവൻ തൻ്റെ പാനീയയാഗം നിവേദിച്ചു. തനിക്കായുള്ള സമാധാനയാഗത്തിൻ്റെ രക്തവും അവൻ ബലിപീഠത്തിന്മേൽ തളിച്ചു. കർത്താവിന് മുമ്പിലുണ്ടായിരുന്ന പിച്ചള കൊണ്ടുള്ള ബലിപീഠം അവൻ ആലയത്തിൻ്റെ മുമ്പിൽ നിന്ന്, അതായത് കർത്താവിൻ്റെ ആലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യയിൽ നിന്ന് മാറ്റി ബലിപീഠത്തിന് വടക്ക് വശത്ത് സ്ഥാപിച്ചു. പുരോഹിതനായ ഊറിയായോട് ആഹാസ് രാജാവ് ഇപ്രകാരം കൽപ്പിച്ചു: മുഖ്യ ബലിപീഠത്തിന്മേൽ പ്രഭാത ഹോമയാഗവും സായാഹ്ന ധാന്യയാഗവും രാജാവിൻ്റെ ഹോമയാഗവും അവൻ്റെ ധാന്യയാഗവും ദേശത്തെ മുഴുവൻ ജനത്തിൻ്റെയും ഹോമയാഗവും അവരുടെ ധാന്യയാഗവും അവരുടെ പാനീയയാഗവും നീ അർപ്പിക്കുക. ഹോമയാഗത്തിൻ്റെ എല്ലാം രക്തം മുഴുവനും നീ അതിന്മേൽ തളിക്കണം. പിച്ചള കൊണ്ടുള്ള ബലിപീഠം എനിക്ക് ദൈവഹിതം ആരായാനുള്ളതാണ്. ആഹാസ് രാജാവ് കൽപ്പിച്ചതുപോലെയെല്ലാം ഊറിയ പുരോഹിതൻ പ്രവർത്തിച്ചു. ആഹാസ് രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു നീക്കുകയും അവയുടെ മുകളിൽ നിന്ന് ക്ഷാളനപാത്രം നീക്കം ചെയ്യുകയും ജലസംഭരണി അത് താങ്ങിയിരുന്ന പിച്ചളക്കാളകളുടെ മുകളിൽ നിന്ന് താഴെ ഇറക്കി കല്ലുകളുടെ തറയിൽ സ്ഥാപിക്കുകയും ചെയ്തു. സാപത്തിനായി ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽപ്പുരയുള്ള വഴിയും രാജാവ്
കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരാനുള്ള ബാഹ്യ കവാടവും അസീറിയ രാജാവിനെ പ്രതി അവൻ നീക്കം ചെയ്തു. ആഹാസിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ആഹാസ് തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ പിതാക്കന്മാരോടൊപ്പം അവൻ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ഹെസക്കിയ അവൻ്റെ സ്ഥാനത്ത് രാജാവായി. മീഖ അധ്യായം 1. സമരിയായ്ക്കെതിരെ ആരോപണം. യൂദാ രാജാക്കന്മാരായ യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ നാളുകളിൽ മോറെഷേത്തുകാരൻ മീഖായ്ക്ക് ലഭിച്ച കർത്താവിൻ്റെ വചനം. സമരിയായെയും ജെറുസലേമിനെയും കുറിച്ച് അവൻ ദർശിച്ചത്. അവരുടെ ജനങ്ങളായ നിങ്ങളെല്ലാവരും കേൾക്കുവിൻ, ഭൂമിയെ അതിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ. നാഥനായ കർത്താവ്, നാഥൻ തൻ്റെ വിശുദ്ധാലയത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ സാക്ഷിയായി തീരട്ടെ. ഇതാ കർത്താവ് സ്വസ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്നല്ലോ. അവിടുന്ന് ഇറങ്ങി ഭൂമിയിലെ പൂജാഗിരികൾക്ക് മേൽ ചവിട്ടുന്നു. അവിടുത്തെ കീഴിൽ പർവ്വതങ്ങൾ ഉരുകും, താഴ്വരകൾ പിളരും. അഗ്നിക്ക് മുമ്പിൽ മെഴുകുപോലെ, കിഴുക്കാം തൂക്കിൽ കുത്തിയൊലിച്ച് ജലം പോലെ. യാക്കോവിൻ്റെ അതിക്രമ നിമിത്തമാണ്, ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപങ്ങൾ മൂലമാണ് ഇതെല്ലാം. ഏതാണ് യാക്കോവിൻ്റെ അതിക്രമം? സമരിയയല്ലേ? ഏതാണ് യൂദായുടെ പൂജാഗിരികൾ? ജെറുസലേമല്ലേ? സമരിയായെ ഞാൻ വെളിമ്പ്രദേശത്തെ കുപ്പക്കൂനയാക്കും, മുന്തിരിത്തോട്ടം പിടിപ്പിക്കുന്ന ഇടങ്ങളും. അവരുടെ കല്ലുകൾ ഞാൻ താഴ്വാരത്തിലേക്ക് വലിച്ചെറിയും, അവരുടെ അസ്ഥിവാരങ്ങൾ ഞാൻ അനാവൃതമാക്കും. അവരുടെ എല്ലാ കൊത്തുവിഗ്രഹങ്ങളും തച്ചുടയ്ക്കപ്പെടും, അവരുടെ വേദനങ്ങളെല്ലാം അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടും. അവരുടെ എല്ലാ ബിംബങ്ങളും ഞാൻ തരിപ്പണമാക്കും. എന്തെന്നാൽ വേശ്യാവേദനത്തിൽ നിന്ന് അവൾ സ്വരുക്കൂട്ടിയവ വേശ്യാവേദനമായി തിരികെ പോകും. ജെറുസലേമിനെക്കുറിച്ച് വിലാപം. ഞാൻ അവളെ പ്രതി വിലപിച്ച് കരയും, നിഷ്പാതകനും നഗ്നനുമായി നടക്കും. ഞാൻ കുറുനരികളെപ്പോലെ ഓരിയിടും, ഒട്ടകപ്പക്ഷിപ്പിടകളെപ്പോലെ കേഴും. എന്തെന്നാൽ അവളുടെ മുറിവുകൾ അപരിഹാര്യമാണ്, അത് യൂദായ്ക്കൊപ്പം എത്തിയിരിക്കുന്നു. അതെൻ്റെ ജനത്തിൻ്റെ കവാടം വരെ, അതായത് ജെറുസലേം വരെ എത്തിയിരിക്കുന്നു. ഗത്തിൽ നിങ്ങൾ പ്രഖ്യാപിക്കരുത്, ഒട്ടും കരയുകയും അരുത്. ബേത്ലെയാഫ്രായിൽ നീ പൂഴിയിൽ സ്വയം ഉരുളുക. ഷാഫീർ നിവാസിനി, ലജ്ജാകരമായ നഗ്നതയോടെ നീ കടന്നുപോകൂ. ബേത്തേസേലിൻ്റെ ദുഃഖാചരണത്തിൽ നിന്ന് സനാൻ നിവാസിനി പുറത്തു കിടക്കുന്നില്ല. അവർ നിങ്ങളിൽ നിന്ന് നിൽപ്പിടം എടുത്തു മാറ്റും. മാറൂത്ത് നിവാസിനി നിശ്ചയമായും നന്മയ്ക്കായി ഞെരുമിരി കൊള്ളുന്നു. കർത്താവിൽ നിന്നുള്ള അനർത്ഥം ജെറുസലേം കവാടത്തിങ്കൽ ഇറങ്ങിയിരിക്കുകയാണല്ലോ. സിയോൻ പുത്രിക്കുള്ള പാപത്തിൻ്റെ തുടക്കം തന്നെയായ ലാക്കീഷ് നിവാസിനി, ശീഘ്രാശ്വത്തോട് രഥം പൂട്ടുക. നിന്നിലാണല്ലോ ഇസ്രായേലിൻ്റെ അപരാധങ്ങൾ കാണപ്പെട്ടത്. അതിനാൽ മോറേഷേത്ത് ഗത്തിനെ പ്രതി നീ വിടുതൽ കുറി നൽകും. അക്സീബ് ഭവനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാർക്ക് ചതിയായിത്തീരും. മറേഷ നിവാസിനി, ഇനിയും ഞാൻ നിനക്കൊരു അവകാശിയെ കൊണ്ടുവരും. ഇസ്രായേലിൻ്റെ മഹത്വം അതുല്ലാം വരെ എത്തും. നിന്റെ ആനന്ദമായ മക്കളെ പ്രതി നീ മുണ്ഡനം ചെയ്യുക, മുടി മുറിക്കുക. നിന്നിൽ നിന്ന് അവർ വിപ്രവാസത്തിലേക്ക് പോയിരിക്കുന്നതിനാൽ കഴുകനെപ്പോലെ നിന്റെ കഷണ്ടി വിശാലമാക്കുക. മീഖ അധ്യായം 2. ചൂഷകർക്കെതിരെ. ആ കഷ്ടം! സ്വന്തം കിടക്കകളിൽ വെച്ച് അക്രമം നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർ. അവർ കയ്യൂക്കുള്ളവരാകയാൽ പ്രഭാത വെളിച്ചത്തിൽ അത് ചെയ്യുന്നു. അവർ മോഹിച്ച് വയലുകൾ പിടിച്ചെടുക്കുന്നു, വീടുകൾ തട്ടിയെടുക്കുന്നു. ഉടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും വ്യക്തിയെയും അവൻ്റെ അവകാശത്തെയും അവർ ഞെരുക്കുന്നു. അതിനാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, ഞാൻ ഈ ഭവനത്തിനെതിരെ അനർത്ഥം നിരൂപിക്കുന്നു. ഇത് അനർത്ഥത്തിൻ്റെ കാലമാകയാൽ അവിടെ നിന്ന് പിടലിയൂരാനോ അഭിമാനത്തോടെ നടക്കാനോ നിങ്ങൾക്കാവില്ല. ആ ദിവസം നിങ്ങളെക്കുറിച്ച് ഒരു പഴമൊഴി ഉയർത്തി, ഒരു വിലാപഗാനം പാടി ഒരുവൻ പറയും: ഞങ്ങൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് എൻ്റെ ജനത്തിൻ്റെ ഓഹരി മാറ്റുന്നു. അവിടുന്ന് എങ്ങനെ അത് എനിക്ക് ഒഴിവാക്കും? അവിടുന്ന് ഞങ്ങളുടെ വയലുകൾ മതത്യാഗിക്ക് വീതിക്കുന്നു. അതിനാൽ കർത്താവിൻ്റെ സഭയിൽ നിനക്കായി നറുക്കിട്ട് അളവ് ചരട് പിടിക്കുന്നവൻ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ജൽപ്പിക്കരുത് എന്നവർ ചിലയ്ക്കുന്നു. ഇവയെക്കുറിച്ച് അവർ ജൽപ്പിക്കുകയില്ല. അപമാനങ്ങൾ നമ്മെ ഗ്രസിക്കുകയില്ല. യാക്കോബ് ഭവനമേ, കർത്താവിന് ക്ഷമയറ്റോ? ഇവയാണോ അവിടുത്തെ പ്രവൃത്തികൾ എന്ന് ചോദിക്കേണ്ടതുണ്ടോ? ഋജുവായി ചരിക്കുന്നവന് എൻ്റെ വാക്കുകൾ ഗുണകരമാവുകയില്ലേ? എന്നാൽ ഈയിടെയായി എൻ്റെ ജനത്തെ നിങ്ങൾ ശത്രുവായി നേരിടുന്നു. യുദ്ധം അതിജീവിച്ച് സുരക്ഷിതരായി കടന്നുപോകുന്നവരുടെ വസ്ത്രത്തിൽ നിന്ന് നിങ്ങൾ മേലങ്കി ഉരിഞ്ഞെടുക്കുന്നു. നിങ്ങൾ എൻ്റെ സ്ത്രീജനങ്ങളെ അവരുടെ ആനന്ദമായ വസതിയിൽ നിന്ന് ആട്ടിയോടിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് എൻ്റെ പ്രാഭവം എന്നേക്കുമായി നിങ്ങൾ എടുത്തു മാറ്റുന്നു. നിങ്ങൾ എഴുന്നേറ്റ് പോകുവിൻ,
മലിനമായതിനാൽ ഇത് വിശ്രമസ്ഥലമല്ലല്ലോ. ഇത് നാശകരമാണ്, ഗുരുതരമായ നാശം. പൊള്ളയായും വ്യാജമായും ചരിക്കുന്നവൻ വീഞ്ഞിനെയും മദ്യത്തെയും കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമെന്ന് നുണ പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിൻ്റെ പ്രസംഗകൻ. യാക്കോബേ, നിന്നെ ഒന്നടങ്കം നിശ്ചയമായും ഞാൻ ഒരുമിച്ച് കൂട്ടും. ഇസ്രായേലിൻ്റെ ശിഷ്ടഭാഗത്തെ നിശ്ചയമായും ഞാൻ ശേഖരിക്കും. അതിനെ ഞാൻ ആട്ടിൻപറ്റത്തെ പോലെ ആലയിലും കാലിക്കൂട്ടത്തെ പോലെ മേച്ചിൽ സ്ഥലമധ്യേയും ഒരുമിച്ചാക്കും. മനുഷ്യഗണമാകയാൽ അവർ ആരവമുയർത്തും. ഭേദകൻ അവർക്ക് മുമ്പേ കയറിപ്പോകും. അവർ കവാടം ഭേദിച്ചു കടന്ന് അതിലൂടെ പുറത്തു പോകും. അവരുടെ രാജാവ് അവർക്ക് മുമ്പേ കടന്നുപോകും. അവരുടെ തലവനായുള്ളത് കർത്താവാണ്. മീഖ അധ്യായം 3. നീതിരഹിതരായ നേതാക്കന്മാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, യാക്കോബിൻ്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിൻ്റെ അധികാരികളെ ശ്രവിച്ചാലും ന്യായം അറിയുകയല്ലേ നിങ്ങളുടെ കടമ. നന്മയെ ദ്വേഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യേണ്ടവരാണ് അവരുടെ മേൽ നിന്ന് അവരുടെ തൊലിയും അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും ഉരിഞ്ഞെടുക്കുന്നത്. അവർ എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു, അവരുടെ മേൽ നിന്ന് തൊലി ഉരിയുന്നു, അവരുടെ അസ്ഥികൾ കഷണമാക്കുന്നു. കലത്തിലെ മാംസം പോലെയും കുട്ടകത്തിനകത്തെ ഇറച്ചി പോലെയും നുറുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ കർത്താവിന് നേർക്ക് നിലവിളിക്കും. അവിടുന്ന് അവർക്ക് മറുപടി നൽകുകയില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികൾ ദുഷ്ടമാക്കിയതിനാൽ അക്കാലത്ത് അവിടുന്ന് അവരിൽ നിന്ന് തൻ്റെ മുഖം മറയ്ക്കും. എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്ന പ്രവാചകന്മാരെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. തങ്ങളുടെ പല്ലുകൾ കൊണ്ട് കടിക്കുമ്പോൾ അവർ സമാധാനം വിളിച്ചുകൂവുന്നു. എന്നാൽ തങ്ങളുടെ വായ്ക്കു മീതെ ഇട്ടുകൊടുക്കാത്തവനെതിരെ വിശുദ്ധയുദ്ധം പ്രഖ്യാപിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ഭവിഷ്യജ്ഞാനമില്ലാത്ത അന്ധകാരവുമായിരിക്കും. പ്രവാചകന്മാരുടെ മേൽ സൂര്യൻ അസ്തമിക്കും, അവരുടെ മേൽ പകൽ കൂടും. ദീർഘദർശികൾ ലജ്ജിക്കും, ഭവിഷ്യജ്ഞാനക്കാർ നാണിക്കും. ദൈവത്തിൻ്റെ ഉത്തരമൊന്നുമില്ലായ്കയാൽ അവരെല്ലാവരും മേൽചുണ്ട് മറയ്ക്കും. ഞാനാകട്ടെ യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രായേലിനോട് അവൻ്റെ പാപവും വിളംബരം ചെയ്യുന്നതിനു വേണ്ടി കർത്താവിൻ്റെ ആത്മാവും ന്യായവും ബലവുമാകുന്ന ശക്തി നിറഞ്ഞിരിക്കുന്നു. യാക്കോബ് ഭവനത്തിൻ്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിൻ്റെ അധിപന്മാരെ, ഇത് കേട്ടാലും ന്യായം വലിച്ചു നീട്ടുന്നവർ പിന്നീട് ഋജുവായതെല്ലാം വളച്ചൊടിക്കും. രക്തത്താൽ സിയോനും അധർമ്മത്താൽ ജെറുസലേമും പണിതുകൊണ്ട് അവരുടെ തലവന്മാർ കോഴയ്ക്ക് ന്യായം വിധിക്കുന്നു. അവരുടെ പുരോഹിതന്മാർ കൂലിക്ക് പഠിപ്പിക്കുന്നു. അവരുടെ പ്രവാചകന്മാർ പണത്തിന് ഭവിഷ്യജ്ഞാനം പറയുന്നു. എന്നിട്ടും അവർ കർത്താവിലേക്ക് ചാഞ്ഞു പറയുന്നു, കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലേ? നമ്മുടെ മേൽ ഒരനർത്ഥവും വരികയില്ല. ആകയാൽ നിങ്ങൾ നിമിത്തം സിയോൻ വയലായി ഉഴുതുമറിക്കപ്പെടും, ജെറുസലേം കൽക്കൂമ്പാരമാകും, ആലയഗിരി വനപൂജാഗിരികളായിത്തീരും. മീഖ അധ്യായം 4. സിയോൻ രക്ഷാകേന്ദ്രം. വരും നാളുകളിൽ കർത്താവിൻ്റെ ആലയഗിരി മലകളുടെ ഉച്ചിയിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകളെക്കാൾ അത് ഉയർത്തപ്പെടും. ജനങ്ങൾ അതിലേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാമെന്ന് അനേകം ജനതകൾ വന്ന് പറയും. എന്തെന്നാൽ സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനങ്ങൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരത്തുള്ള പ്രബല ജനതകൾക്ക് അവിടുന്ന് തിരുത്തൽ നൽകും. അവർ തങ്ങളുടെ വാളുകൾ കുഴുക്കളായും തങ്ങളുടെ കുന്തങ്ങൾ വാക്കത്തികളായും അടിച്ചുപരത്തും. ജനത ജനതയുടെ നേർക്ക് വാളുയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. അവരോരോരുത്തരും താങ്കളുടെ മുന്തിരിച്ചെടിക്ക് കീഴിലും അത്തിമരച്ചോട്ടിലും ഇരിക്കും. ഭയപ്പെടുത്തുന്ന ആരുമുണ്ടാകില്ല. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അധരമാണല്ലോ സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായും എല്ലാ ജനങ്ങളും താങ്കളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചരിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എന്നേക്കും വ്യാപരിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്, അന്ന് ഞാൻ മുടന്തുള്ളതിനെ ഒരുമിച്ച് കൂട്ടും, ചിതറിക്കപ്പെട്ടതിനെയും ഞാൻ ദണ്ഡിപ്പിച്ചതിനെയും ശേഖരിക്കും. മുടന്തുന്നതിനെ ഞാൻ ശിഷ്ടഭാഗവും ബഹിഷ്കൃതനെ പ്രബല ജനതയുമാക്കും. ഇപ്പോൾ മുതൽ എന്നേക്കും സിയോൻ മലയിൽ കർത്താവ് അവരുടെ മേൽ രാജാവായിരിക്കും. അജഗണത്തിൻ്റെ ഗോപുരമേ, സിയോൻ പുത്രിയുടെ പർവ്വതമേ, നിന്നിലേക്കത് വന്നു ചേരും. ജെറുസലേം പുത്രിയുടെ രാജത്വമായ പ്രഥമാധിപത്യം വന്നെത്തും. ഇപ്പോൾ എന്തേ നീ അലമുറയിടുന്നു? നിന്നിൽ രാജാവില്ലേ? നിന്റെ ഉപദേഷ്ടാവ് നശിച്ചുപോയോ? പ്രസവിക്കുന്നവരുടേതുപോലുള്ള നോവ് നിന്നെ ഗ്രസിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? സിയോൻ പുത്രി, പ്രസവിക്കുന്നവളെപ്പോലെ നീ ഈറ്റുനോവാൽ പുളയുക. നീ ഇപ്പോൾ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് നിശ്ചയമായും തരിശുഭൂമിയിൽ വസിക്കേണ്ടി വരും. നീ ബാബിലോൺ വരെ പോകും. അവിടെ വെച്ച് നീ മോചിപ്പിക്കപ്പെടും. നിന്റെ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് കർത്താവ് അവിടെ വെച്ച് നിന്നെ വീണ്ടെടുക്കും.
ഇപ്പോൾ അവൾ അശുദ്ധയാകട്ടെ. തങ്ങളുടെ കണ്ണ് സിയോനെ ആസ്വദിക്കും എന്ന് പറയുന്ന അനേകം ജനതകൾ നിനക്കെതിരെ സമ്മേളിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വിചാരങ്ങൾ അവർ അറിയുന്നില്ല, അവിടുത്തെ ഉപദേശം അവർ ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ മെതിക്കളത്തിലേക്ക് കറ്റയെന്ന പോലെ അവിടുന്ന് അവരെ ശേഖരിച്ചിരിക്കുന്നു. സിയോൻ പുത്രി, എഴുന്നേറ്റ് മെതിക്കുക. തീർച്ചയായും ഞാൻ നിന്റെ കൊമ്പ് ഇരുമ്പാക്കും, നിന്റെ കുളമ്പുകൾ പിച്ചളയാക്കും. അനേകം ജനങ്ങളെ നീ പൊടിയാക്കും. അവരുടെ കൊള്ള മുതൽ കർത്താവിന്, അവരുടെ സമ്പത്ത് ഭൂമി മുഴുവൻ്റെയും നാഥന് നീ ഉന്മൂലനാചാര വിധേയമാക്കും. ഇപ്പോൾ സൈന്യപുത്രി, നീ സൈന്യശേഖരം നടത്തിയിരിക്കുന്നു. അത് നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ വടികൊണ്ട് ഇസ്രായേൽ ന്യായാധിപനെ ചെകിട്ടത്തടിക്കുന്നു. സങ്കീർത്തനങ്ങൾ 139. സർവവ്യാപിയും സർവജ്ഞനുമായ ദൈവം. ഗായക നേതാവിന് ദാവീദിൻ്റേത് കീർത്തനം. കർത്താവെ, അങ്ങെന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ചിന്തയെക്കുറിച്ച് അങ്ങ് ദൂരെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ നടക്കുന്നതും കിടക്കുന്നതും അങ്ങ് അരിച്ചു പെറുക്കിയിരിക്കുന്നു. എൻ്റെ വഴികളെല്ലാം അങ്ങേക്ക് സുപരിചിതമാണ്. ഒരു മൊഴി എൻ്റെ നാവിൽ ഭവിക്കും മുമ്പേ കർത്താവെ, ഇതാ അങ്ങ് അത് മുഴുവനായും അറിഞ്ഞിരിക്കുന്നു. മുമ്പിലും പിമ്പിലും അങ്ങ് എനിക്ക് സംരക്ഷണ വലയം തീർക്കുന്നു. അങ്ങയുടെ കരതലം എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ അറിവ് എനിക്ക് വിസ്മയാവഹമാണ്. ഞാൻ ഒപ്പം എത്തിപ്പെടാനാകാത്ത വിധം അത് ഉത്തുംഗമാണ്. അങ്ങയുടെ അരൂപിയിൽ നിന്ന് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധിയിൽ നിന്ന് ഞാൻ എവിടേക്ക് ഓടിയൊളിക്കും? ഞാൻ ആകാശത്ത് കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളം ശയ്യയാക്കിയാൽ അങ്ങ് അതാ അവിടെ. ഞാൻ പുലരിച്ചിറകുകൾ ഉയർത്തി കടലിൻ്റെ മറുകര ചേക്കേറിയാൽ അവിടെ പോലും എന്നെ നയിക്കുന്നത് അങ്ങയുടെ കൈയായിരിക്കും. അങ്ങയുടെ വലത്തുകൈ എന്നെ മുറുകെ പിടിച്ചിരിക്കും. ഇരുട്ട് എന്നെ മൂടട്ടെ, പ്രകാശം എനിക്ക് രാത്രിയായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് മൂലം ഇരുട്ടുപോലും ഇരുൾ പരത്തുകയില്ല. രാത്രി പകൽ സമാനം പ്രകാശിക്കും, പ്രകാശം പോലെ തന്നെ അന്ധകാരവും. അങ്ങാണ് എൻ്റെ അന്തരംഗം ചമച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങാണ് എന്നെ മെനഞ്ഞത്. സാദരം വ്യതിരിക്തനായി ഞാൻ പരിചരിക്കപ്പെട്ടതിനാൽ അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ സൃഷ്ടികൾ വിസ്മയകരമാണ്. എൻ്റെ ആത്മാവ് നന്നായി മനസ്സിലാക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് ഇഴചേർക്കപ്പെട്ട് നിഗൂഢതയിൽ ഞാൻ ഉരുവാക്കപ്പെട്ടപ്പോൾ എൻ്റെ ആകൃതി അങ്ങിൽ നിന്ന് ഗുപ്തമായിരുന്നില്ല. ഭ്രൂണമായിരുന്ന എന്നെ അങ്ങയുടെ കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു. എനിക്കുള്ള ദിനങ്ങളിൽ ഒന്നുപോലും ആകാതിരിക്കെ തന്നെ അവയെല്ലാം രൂപപ്പെട്ടതായി അങ്ങയുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്നു. തമ്പുരാനെ, അങ്ങയുടെ ചിന്തകൾ എനിക്കെത്ര അമൂല്യമാണ്. അവയുടെ ആകത്തുക എത്ര ഭീമമാണ്. ഞാൻ എണ്ണിയാൽ അവ മണൽത്തരിയേക്കാൾ അധികമായിരിക്കും. എണ്ണൽ അവസാനിപ്പിച്ചാലോ പിന്നെയും ഞാൻ അങ്ങയോടൊത്തായിരിക്കും. സർവേശ്വര, അങ്ങ് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ രക്തദാഹികളെ എന്നിൽ നിന്ന് പിന്തിരിയുവിൻ. അങ്ങയെക്കുറിച്ച് നീചമായി സംസാരിക്കുന്നവർ, അങ്ങയുടെ വൈരികൾ കള്ളശപഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ വെറുക്കുന്നവരെയല്ലേ ഞാൻ വെറുക്കേണ്ടത്? അങ്ങയെ എതിർക്കുന്നവരിലല്ലേ എനിക്ക് നീരസമുണ്ടാകേണ്ടത്? ഞാൻ അവരെ വിദ്വേഷ പാരമ്യത്തിൽ വെറുക്കുന്നു. അവർ എനിക്ക് ശത്രുക്കളായി തീർന്നിരിക്കുന്നു. തമ്പുരാനെ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയം അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ ആകുലതകൾ മനസ്സിലാക്കണമേ. എന്നിൽ വിനാശകരമായ വഴിയുണ്ടോ എന്ന് നിരീക്ഷിക്കണമേ. നിത്യതയുടെ വഴിയെ എന്നെ നയിക്കണമേ. പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായ ഒരു യാത്രയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ബലഹീനനായ എന്നെ സർവശക്തനായ ദൈവം നിയോഗിച്ചതിനും അനുഗ്രഹിച്ചതിനും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളെൻ്റെ സ്വരം മാത്രമാണ് കേൾക്കുന്നതെങ്കിലും എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഓരോ പ്രഭാതത്തിലും ഈ വചനം വായിക്കുമ്പോൾ ഒരു കൂട്ടായ്മയിൽ അനേകായിരങ്ങളെ ഞാൻ എൻ്റെ കൺമുമ്പിൽ നേരെ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് നിങ്ങളോടൊപ്പമായിരുന്നാണ് ഈ വചനം വായിക്കുകയും വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക സന്ദേശങ്ങളെ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തരികയും ചെയ്യുന്നത്. എനിക്ക് ദൈവം തന്ന ഈ അനുഗ്രഹീതമായ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എത്ര ആവേശത്തോടെയും ആഗ്രഹത്തോടെയുമാണ് വചനം വായിക്കാൻ നിങ്ങൾ ഓരോ ദിവസവും അടുത്തു വരുന്നത് എന്നത് എൻ്റെ ഹൃദയത്തെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞാൻ യേശുവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് വെക്കുന്നു. ഇന്ന് വായിച്ച വചനഭാഗത്ത് ആഹാസ് എന്ന രാജാവിനെക്കുറിച്ചുള്ള വായനയിൽ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. ഉസിയ എന്ന രാജാവ് അവസാന കാലത്ത് അദ്ദേഹം കുഷ്ഠം പിടിച്ചാണ് മരിച്ചതെങ്കിലും ജീവിതത്തിൻ്റെ ഏറെക്കാലവും അദ്ദേഹം ദൈവദൃഷ്ടിയിൽ പ്രീതികരമായത് ചെയ്താണ് ജീവിച്ചത്.
അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന യോഥാമും അതേ വഴിയിലൂടെ തന്നെയാണ് യാത്ര ചെയ്തത്. എന്നാൽ നമ്മൾ ആഹാസ് എന്ന യോഥാമിൻ്റെ പുത്രനിലേക്ക് എത്തുമ്പോൾ, യൂദാ രാജാവായ ആഹാസിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളെല്ലാം നേരെ തകിടം മറിയുകയാണ്. അതായത് ഈ മനുഷ്യൻ തൻ്റെ മകനെ വിജാതീയ ദേവന് മൊളേക്കിന് ബലിയർപ്പിക്കുകയാണ്. മാത്രമല്ല സിറിയ രാജാവും ഇസ്രായേൽ രാജാവും ഒരുമിച്ച് ഒരു കൂട്ടുകക്ഷിയായി യൂദാ രാജ്യത്തെ ആക്രമിച്ചപ്പോൾ എത്രയോ കാലങ്ങളായി ദൈവം പറഞ്ഞിരുന്നതാണ്, ദൈവത്തിലേക്ക് തിരിയണം, ദൈവത്തെ ആശ്രയിക്കണം. എന്നാൽ ഈ ശത്രുക്കൾ ഒരുമിച്ച് തനിക്കെതിരെ വരുമ്പോൾ ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നതിന് പകരം അദ്ദേഹം അസീറിയ രാജാവിൻ്റെ സഹായം തേടുകയാണ്. മാത്രമല്ല ദൈവം ഇസ്രായേലിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞിരുന്നത്, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദിജാതൻ. അപ്പനെപ്പോലെ തങ്ങളെ പരിപാലിക്കുന്നത് ദൈവമാണ് എന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം അസീറിയ രാജാവിനോട് പറയുന്നത്, ഞാൻ അങ്ങയുടെ പുത്രനാണ് എന്നാണ്. നോക്കുക, തൻ്റെ പിതൃത്വം ദൈവത്തിൽ നിന്ന് എടുത്തു മാറ്റി അതൊരു വിജാതീയ രാജാവിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്ന, തൻ്റെ തനിമയെ, ഐഡൻറ്റിറ്റിയെ നഷ്ടപ്പെടുത്തുന്ന, ആ മക്കളെന്ന സ്ഥാനത്ത് നിന്ന് സ്വയം തങ്ങളെ തന്നെ പറിച്ചു മാറ്റുന്ന ഈ ഹീനമായ കൃത്യം, ഞാൻ അസീറിയ രാജാവിൻ്റെ പുത്രനാണ് എന്ന് പറയുന്ന ആഹാസ് രാജാവ്. മാത്രമല്ല ദേവാലയത്തിലെ നിധികളാണ് അദ്ദേഹം അസീറിയ രാജാവിനെ പ്രസാദിപ്പിക്കാൻ അയച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ദേവാലയത്തിലെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ട ആ അൾത്താര, ആ ബലിപീഠം മാറ്റിയിട്ട് ദമാസ്കസിലെ പ്രധാനപ്പെട്ട അസീറിയൻ ദേവാലയത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയ ബലിപീഠം ദേവാലയത്തിൽ അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അസീറിയൻ രാജാവിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കുക, ദൈവം വിലപ്പെട്ടതായി കരുതി നൽകിയതെല്ലാം ഈ വിജാതീയ രാജാവിനെ പ്രസാദിപ്പിക്കാനായി അദ്ദേഹം ബലി കൊടുക്കുന്നു. നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം ദേവാലയത്തിലെ മറ്റ് പല കാര്യങ്ങളും, പല നിർമ്മിതികളും അസീറിയൻ രാജാവിനെ പ്രസാദിപ്പിക്കാനായി അതിന് ഭേദം വരുത്തുകയാണ്. ഈ ആഹാസിനെ നിങ്ങൾ ഓർത്തു വച്ചിരിക്കണം. നിങ്ങളുടെ ബുക്കിലോ ഡയറിയിലോ നിങ്ങളിതൊന്ന് കുറിച്ചു വെക്കണം. നമ്മൾ പിന്നീട് യെശയ്യാ വായിക്കുമ്പോൾ, ഇമ്മാനുവേൽ പ്രവചനം വായിക്കുന്ന സമയത്ത് നമുക്ക് ആഹാസിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇനി ആഹാസുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവചന ഗ്രന്ഥങ്ങളിൽ വായിക്കാനുണ്ട്. ഇയാളെ നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. നമ്മൾ ഇന്ന് യോനാ പ്രവാചകൻ്റെ വായനയ്ക്ക് ശേഷം മിഖ പ്രവാചകനെ വായിച്ചു തുടങ്ങുകയാണ്. യെശയ്യാ പ്രവചിച്ചത് ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ കാലത്താണ്. ഈ കാലത്ത് തന്നെയാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച അതേ കാലത്ത് തന്നെയാണ്, അതായത് യോഥാം, ആഹാസ്, ഹെസക്കിയ ഈ രാജാക്കന്മാരുടെ കാലത്ത് തന്നെയാണ് മീഖായും പ്രവചിക്കുന്നത്. പ്രധാനമായും മീഖ പ്രവചിക്കുന്നത് യൂദാ രാജ്യത്തോടാണ്. നമ്മൾ പ്രവാചകന്മാരെക്കുറിച്ച് ഈ വഴികളിൽ പലപ്പോഴും പറഞ്ഞിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി അതൊന്ന് ഓർമ്മിപ്പിക്കുന്നു. അതായത് 2 രാജ്യങ്ങളാണ്, ഒന്ന് ഇസ്രായേൽ, 2 യൂദ. ഇസ്രായേലിനോട് പ്രവചിച്ച പ്രവാചകന്മാർ ഏലിയ, ഏലീഷ, ആമോസ്, ഓസിയ. ഇവരാണ് പ്രധാനമായും ഇസ്രായേലിലെ രാജാക്കന്മാരോട് പ്രവചിച്ചത്. എന്നാൽ യൂദാ രാജ്യത്തോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരാണ് നമ്മളിനി കാണാൻ പോകുന്ന യെശയ്യാ, ഇപ്പോൾ വായിക്കുന്ന മിഖ, ഇനി പിന്നീട് ജെറമിയ ഒക്കെ യൂദാ രാജ്യത്തോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരാണ്. മിഖായുടെ പ്രവചന മൊഴികളുടെ പൊരുളെല്ലാം, അതിൻ്റെ കണ്ടന്റ് മുഴുവൻ ഒറ്റ കാര്യമാണ്, അനുദപിച്ചില്ലെങ്കിൽ ശിക്ഷ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. പ്രവാസം വാതിൽക്കൽ നിൽപ്പുണ്ട്, എന്നാൽ അനുദപിച്ച് മടങ്ങി വന്നാൽ പ്രത്യാശയുടെ ഒരു കാലം ദൈവം കാത്ത് വച്ചിട്ടുണ്ട്. ഇതിലെ 4-ാമത്തെ അധ്യായം ഒരിക്കൽ കൂടി സമയം കിട്ടുമ്പോൾ വായിക്കുക. മിശിഹാ യുഗ പ്രവചനവുമായി അതിന് വലിയ ബന്ധമുണ്ട്. കർത്താവുമായി, യേശുക്രിസ്തുവുമായി വളരെയധികം സാധർമ്യമുള്ള പല വായനകളും ഈ 4-ാം അധ്യായത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയും. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ 182-ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളുടെ വചന വായന എത്തുമ്പോൾ കർത്താവെ, നന്ദിയല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ എന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, എളിമയോടെ, അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. ഞങ്ങൾ ഈ ലോകത്തിലെ ഒന്നിലും ആരിലും ദൈവമേ, അങ്ങയ്ക്ക് ഞങ്ങൾ നൽകേണ്ട സ്ഥാനം ആരോപിക്കാനോ കൊടുക്കാനോ പാടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് ഞങ്ങൾക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞങ്ങൾ ആരെയും തേടുകയില്ല. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ അപ്പനാണ്. ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ദൈവമായ കർത്താവെ, ഓരോ തവണ പാപം ചെയ്യുമ്പോഴും, ഓരോ തവണ തിന്മയിലേക്ക് വീഴുമ്പോഴും ഞങ്ങൾ പിശാചിൻ്റെ മക്കളാണെന്ന് പറയുകയാണ്.
ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ്. കർത്താവേ, എപ്പോഴും അങ്ങേ ആരാധിച്ച് വിശുദ്ധിയുള്ളൊരു ജീവിതം നയിച്ച് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തന്ന പ്രമാണങ്ങളെല്ലാം പാലിച്ച് അങ്ങയുടെ മക്കളായിട്ട് ആ അന്തസ്സിന് ചേർന്ന ഒരു വലിയ കൃപാവരത്തിൽ ജീവിക്കാൻ ഞങ്ങളെ എന്നും അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനവായനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ അങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണമേ. ദൈവമേ, എന്തെങ്കിലും ദുഃഖങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വചനവായന അവസാനിക്കുന്നതിന് മുമ്പ് വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും കാണാൻ ഇവരെ അങ്ങ് സഹായിക്കണമേ. കർത്താവേ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവരെ ഉള്ളംകൈയിലെടുത്ത് കൊണ്ട് നടക്കുന്ന അങ്ങയുടെ സ്നേഹം അങ്ങയുടെ മക്കൾ കാണാനിടയാവണമേ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലത്തേക്ക് ഞാൻ വിടവാങ്ങുകയാണ്. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പല സാഹചര്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിലിരുന്നാണ് ഇത് വായിക്കുന്നത്. ഈ യാത്രക്കിടയിൽ എനിക്ക് ശബ്ദത്തിന് കുഴപ്പമുണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ഞാൻ കൂടുതൽ കൃപയിൽ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും നിങ്ങൾ ബലഹീനനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ അത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പരിചയപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സുവിശേഷ വേലയായി മാറും. നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹത്വം യേശുവിന് മാത്രം. ആമേൻ.